اللهم صل على سيدنا محمد الفاتح لما ولق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വലാത്തൻ തുഅരിഫുനാ ബിഹാ ഇയ്യാഹ് വഅലാ ആലിഹി വസഹ്ബിഹി ഹഖ ഖദരിക വമിഖ്ദാരികൽ അളീം. കാലങ്ങളായി നമ്മൾ കേൾക്കുന്നൊരു പ്രയോഗമാണ് റഹ്മത്ത് എന്നുള്ളത്. റഹ്മത്ത് എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ കാരുണ്യം. ഈ റഹ്മത്ത് തന്നെ അവൻ്റെ അബ്ദിലേക്ക് അല്ലാഹു നൽകുന്നത് വ്യത്യസ്തമായിട്ടാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏത് രൂപത്തിലാണോ നമ്മിലേക്ക് ഇറങ്ങുന്നത് അതിനനുസരിച്ചിട്ടാണ് നമ്മളെ പ്രയത്നങ്ങൾ ഉണ്ടാകുക. പരിശുദ്ധ മുസ്ലിം എന്ന് പറയുന്ന, പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്ന ഉന്നതമായ പാന്താവിലേക്ക് എത്തിച്ചത് അള്ളാഹുവിൻ്റെ അപാരമായ റഹ്മത്തിൻ്റെ അടയാളമാണ്. അപ്പോൾ റഹ്മത്ത് എല്ലാവരിലും ആമായ നിലക്കുണ്ടെങ്കിൽ പോലും, പൊതുവായ നിലക്ക് ലോകത്തുള്ള എല്ലാത്തിലും അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഉണ്ട് എങ്കിലും ഖാസായ നിലക്കുള്ള ചില റഹ്മത്തുകളുണ്ട് അള്ളാഹു തആലക്ക്. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ അത്തിജാനി അൽ ഹസനി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹുവിൻ്റെ റഹ്മത്ത് 3 വിധമുണ്ട്. ഒന്ന് റഹ്മത്തുർ റുബൂബിയ്യ, റുബൂബിയ്യത്തിൻ്റെ റഹ്മത്ത്. യഅ്ബുദൂന അല്ലാഹ തആല ബിളവാഹിരിഹിം അലൽ ഖൗഫ്. ഈ റുബൂബിയ്യത്തിൻ്റെ റഹ്മത്ത് ഒരാളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ലാഹിറായ അവയവങ്ങളെ കൊണ്ട് അവൻ അമല് ചെയ്തു. ലാഹിറായ അവൻ്റെ അഅ്ളാഉകളെ കൊണ്ട് അവൻ എന്ത് ചെയ്യും? അമല് ചെയ്യും. അല്ലാഹു തആലാക്ക് ദിക്റ് ചൊല്ലും. അതൊക്കെ എങ്ങനെ? അലൽ ഖൗഫ്, അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ടാണ്. അള്ളാഹു എന്നെ നരകത്തിൽ കടത്തുവോ, അള്ളാഹു എന്നെ ശിക്ഷിക്കുവോ, അള്ളാഹു എന്നെ വഷളാക്കുവോ എന്ന് പേടിച്ചിട്ട് അള്ളാഹു തആലാക്ക് അമല് ചെയ്യുന്ന ആൾക്കാർ, ആ അമല് ചെയ്യാനുള്ള ഒരു കഴിവ് അള്ളാഹു തആല അവരിലേക്ക് നൽകുന്നത് റുബൂബിയ്യത്തിൻ്റെ റഹ്മത്തിലൂടെയാണ്. എന്നാൽ ഇനി രണ്ടാമത്തെ ഒരു റഹ്മത്തുണ്ട്, ഉലൂഹിയ റഹ്മത്ത്. ഉലൂഹിയായ റഹ്മത്ത് എന്ന് പറയുമ്പോൾ അവൻ്റെ ബാഹ്യമായ വശങ്ങളെ കൊണ്ട് അള്ളാഹു തആലാക്ക് ആരാധിക്കുന്നതോടൊപ്പം അവൻ്റെ ബാത്തിനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് മഹബ്ബത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥ. അതിനൊക്കെ ഉലൂഹിയായ റഹ്മത്ത് കിട്ടിയ ആളുകൾ എന്നാണ് എന്ത് ചെയ്യുക, അതിന് പറയാം. ഇനി മൂന്നാമത്തൊരു റഹ്മത്തുണ്ട്, വറഹ്മത്തു ദാത്തിയ, ദാത്തിയായ റഹ്മത്ത്, ദാത്തിയായ നിലക്കുള്ളതായ റഹ്മത്ത്. അവൻ്റെ ബാഹ്യമായ അവയവങ്ങൾ അല്ലാഹു തആലയിലേക്ക് തിരിഞ്ഞു എന്ന് മാത്രമല്ല, അവൻ്റെ ബാത്തിന് അല്ലാഹു തആലയിലേക്ക് തിരിഞ്ഞു എന്ന് മാത്രമല്ല, പൂർണ്ണമായും അല്ലാഹുവിലേക്ക് വസൂലായി അല്ലാഹു മാത്രമാകുന്ന ഒരവസ്ഥയിൽ നിൽക്കുക. അത് ദാത്തിയായ ഒരു റഹ്മത്തിൻ്റെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു തലത്തിലേക്ക് എത്താൻ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഇവിടെ വിശ്വാസികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുന്ന ഏതൊരു അദാബും അള്ളാഹു തആലാന്റെ മുതകബ്ബിർ എന്ന സിഫത്തിൻ്റെ പൊരുളിലല്ല. യാ ജബ്ബാർ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ, ജബ്ബാർ എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ പേരുണ്ട്. അതിൻ്റെ പൊരുളിലല്ല അള്ളാഹു തആല എന്ത് ചെയ്യണം? ശിക്ഷ നടപ്പിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ഇസ്മുകളിൽ ജലാലിയത്തിൻ്റെ ഇസ്മുമുണ്ട്, ജമാലിയത്തിൻ്റെ ഇസ്മുമുണ്ട്. ആ ജലാലിയത്തിൻ്റെ ഇസ്മിൽ മുതകബ്ബിർ എന്നുള്ളത് ജലാലിയത്തിൻ്റെ ഇസ്മാണ്. യാ ജബ്ബാർ, യാ ഖഹാർ എന്നുള്ളതൊക്കെ ജലാലിയത്തിൻ്റെ ഇസ്മാണ്. യാ മുൻതഖിം
ഒക്കെ ജലാലിയത്തിൻ്റെ ഇസ്മാണ്. അത് അടിമകളിലേക്ക് അതിൻ്റെ പൊരുളിറക്കി അതിലൂടെയല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? ശിക്ഷ നടപ്പിലാക്കുന്നത്. റഹ്മാന് റഹീം എന്ന് പറയുന്ന ആ റഹ്മാന് എന്ന് പറയുന്ന റഹീം എന്ന് പറയുന്ന ആ രണ്ട് ഇസ്മിൻ്റെയും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയ നിലക്കുള്ള ഒരു ജലാലിയത്തുണ്ട്. അതുകൊണ്ടാണ് ഈ ലോകത്തുള്ള സർവ്വത്തിനെയും അല്ലാഹു തആല എന്ത് ചെയ്യണത്? ശിക്ഷിക്കുന്നത്. റഹ്മാനിൻ്റെയും റഹീമിൻ്റെയും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ജലാലിയത്തിൻ്റെ ഒരു അംശം അതുകൊണ്ടാണ് അല്ലാഹു തആല ശിക്ഷ പോലും എന്ത് ചെയ്യണത്? നടപ്പിലാക്കുന്നത്. ആ ഖഹാർ എന്ന് പറയുന്ന ആ വസ്ഫിന്റെ പൊരുളങ്ങണം അല്ലാഹു തആല ഈ ലോകത്ത് കറക്കിയ ഈ ലോകം തന്നല്ല. ജബ്ബാറിന്റെ പൊരുളങ്ങാനും അല്ലാഹു തആല ഈ ലോകത്ത് കറക്കിയ ഈ ലോകത്തിന് നിലനിൽപ്പില്ല. അല്ലാഹു തആലാന്റെ ജലാലിയത്തിന്റെ ഇസ്മുകളുണ്ട്. ആ ഇസ്മിന്റെ ഒരു അംശം പോലും അല്ലാഹു തആല എന്ത് ചെയ്യുന്നില്ല? അബ്ദുകളിലേക്ക് എന്ത് ചെയ്യുന്നില്ല? അതിന്റെ തജല്ലിയാത്തുകളൊന്നും എന്ത് ചെയ്യുന്നില്ല? അറക്കുന്നില്ല. ഏത് രൂപത്തിലുള്ള ശിക്ഷയിലൂടെയുള്ളതായത് അതൊക്കെ റഹ്മാൻ റഹീം എന്ന് പറയുന്ന ആ സിഫത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രമേ അല്ലാഹു തആല എന്ത് ചെയ്യുന്നുള്ളൂ? നടപ്പിലാക്കുന്നുള്ളൂ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, ഞാൻ ശിക്ഷിക്കുന്നത് പോലെ എന്ത് ചെയ്യൂല? ഒരാളും ശിക്ഷിക്കൂലട്ടോ. ഞാൻ ബന്ധിക്കുന്നത് പോലെ ഒരാളും ബന്ധിക്കൂലട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാനുള്ള കാരണം എന്താണ്? ഇതാണ്. ഇപ്പൊ നരകത്തിനെ പടക്കുന്ന ആ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് പറയുന്ന സ്ഥലത്ത് തന്നെ പറയുന്നുണ്ട്, ആ നരകത്തിന്റെ തീയിനെ അല്ലാഹു തആല അള്ളാഹുവിന്റെ റഹ്മത്തില്ലേ ആ റഹ്മത്ത് കൊണ്ട് ഒരുപാട് തണുപ്പിച്ചിട്ടാണ് എന്ത് ചെയ്തത്? അല്ലാഹു തആല നരകത്തിനെ പോലും ഉണ്ടാക്കിയത്. എന്നിട്ടും അതിന്റെ ചൂടത്തിനെന്നാ പറയണത്. അപ്പൊ ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ പ്രയാസപ്പെടുത്തണമെന്നോ അവന്റെ അടിമകളെ ബുദ്ധിമുട്ടിക്കണമെന്നോ അവന്റെ അടിമകളെ അടങ്ങാറാക്കണമെന്നോ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ആഗ്രഹമല്ല. പക്ഷെ ഒരു കാര്യം അല്ലാഹു തആലക്ക് ഉണ്ട്. എന്ത്? കുൻതു കൻസൻ മഖ്ഫിയ, ഞാനൊരു മറയപ്പെട്ട നിധിയായിരുന്നു. അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? കുൻതു കൻസൻ മഖ്ഫിയ, ഞാനൊരു മറയപ്പെട്ട നിധിയായിരുന്നു. അപ്പം എന്ത് ചെയ്തു? ഞാൻ എന്നെ അറിയപ്പെടലിന് ഞാൻ എന്ത് ചെയ്തു? ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്? സെട്ടിപ്പ് നടത്തിയത്. അപ്പൊ അള്ളാഹുവിനെ അറിയണം. നമ്മൾ അള്ളാഹിനെ അറിയാതെ പോകാൻ പാടില്ല. ബഹുമാനപ്പെട്ട സയ്യിദി ജലാലുദ്ദീൻ റൂമി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എത്രയോ ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചു പോകുന്നുണ്ട്. എല്ലാവരും മരിച്ചു പോകുന്നുണ്ട്. മരണത്തിൻ്റെ രുചി എല്ലാവർക്കും ഉണ്ടാവും. എന്തുകൊണ്ടാണ് ജീവിതത്തിൻ്റെ രുചി അവരെന്ത് ചെയ്യാത്തത്? അറിയാത്തത്. ബഹുമാനപ്പെട്ട സയ്യിദി മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞില്ലേ, എത്ര ആളുകൾ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്നു. എന്നാൽ എന്തിനാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹയാത്ത് തന്നത്, അതിൻ്റെ പൊരുൾ അറിയാതെയാണ് അധികം ആളുകളും ഈ ലോകത്ത് നിന്ന് എന്ത് ചെയ്യണത്? മരണപ്പെട്ടു പോകുന്നത്. നമുക്കൊക്കെ അല്ലാഹു തആല വലിയ റഹ്മത്താ തന്നിക്കണത്. ആരിഫീങ്ങളാകുന്ന ആൾക്കാരെ ഇഷ്ടപ്പെടാൻ, അല്ലേ? ആരിഫീങ്ങളാകുന്ന ആളുകളെ വഴിയെ സ്നേഹിക്കാൻ, ആ വഴിയിൻ്റെ പൊരുൾ പൂർണ്ണമായി അറിയില്ലെങ്കിലും ചെറിയ ഒരു തലത്തിലെങ്കിലും അത് ആസ്വദിക്കാനുള്ളൊരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയൊരു തൗഫീഖും റഹ്മത്തുമാണ് നമ്മിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്? തന്നിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ ഒരു അംശമെങ്ങാനും ഒരു അടിമ അറിയുകയാണെങ്കിൽ പിന്നെ അവൻ്റെ ഒരു സെക്കൻഡ് പോലും ശ്രദ്ധ വേറൊന്നിലേക്കും എന്ത് ചെയ്യൂല? പോകൂല. അള്ളാഹുവിലേക്ക് മാത്രമാകുന്ന ഒരവസ്ഥ അവനക്ക് എന്ത് ചെയ്യും? ഉണ്ടാകും. അള്ളാഹുവിലേക്ക് മാത്രമായി തിരിയുന്ന ഒരവസ്ഥ അവനിലേക്ക് എന്ത് ചെയ്യും? ഉണ്ടാകും. നമുക്കുണ്ടല്ലോ ശക്തമായ വേദന വരുന്ന സമയത്ത് നമ്മൾ എരുത്തുള്ള ആൾക്കാരെ നമ്മൾ മറന്നുപോകും. എന്താണത്? ആ വേദനയുടെ ഒരു ദൗക്ക്, വേദനക്കൊരു ദൗക്കുണ്ട്, ഒരു രുചിയുണ്ട്, വളരെ മോശമായൊരു രുചിയാണ്. ആ രുചിയുടെ പിന്നിൽ ഇവരൊക്കെ മറന്നു പോവുകയാണ്. അതേപോലെ തന്നെ എന്തുണ്ട്? ഹൃദയാനുരാഗമുണ്ടല്ലോ, അതിനൊരു പ്രത്യേക രുചിയുണ്ട്. എല്ലാത്തിനും മറന്നുപോകും. അള്ളാഹുവിനെ മാത്രമായി ഒരവസ്ഥ അവനക്ക് കൊടുക്കുന്നൊരവസ്ഥ ഉണ്ട്. ഒന്നിനും ഓർമ്മല്ല. എല്ലാ ലഹരിയും അള്ളാഹ് എന്ന് പറയുന്ന ലഹരിയിൽ ഇല്ലാതെയായിപ്പോയി.
പകലിൽ നിങ്ങൾ എത്ര ബൾബ് കത്തിച്ചാലും സൂര്യൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ ഈ ബൾബുകൾക്ക് വല്ല സ്ഥാനമുണ്ടോ എന്നതുപോലെ എല്ലാ ലഹരിയും മാഞ്ഞുപോയി അള്ളാഹുവാകുന്ന ലഹരി മാത്രമാകുന്നൊരവസ്ഥ. അത് ഈ റഹ്മത്ത് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.